അറിയാം. എന്നാൽ മമ്മൂട്ടിയോട് വലിയ രീതിയിൽ വിരോധമുള്ള ആളുകൾ പറയുന്നത് മമ്മൂട്ടി കാശ് കൊടുത്ത് വാങ്ങിയതാണ്, ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് വാങ്ങിയതാണെന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കൂട്ടം ആളുകൾ പറയുന്ന മമ്മൂട്ടി ചാത്തൻ സേവയിൽ കൂടി ഉണ്ടാക്കിയെടുത്തതാണെന്നാണ്. അതെ, അത് ശരി തന്നെയായിരിക്കും. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ആ ഒരു സിനിമയിൽ ചാത്തനാണല്ലേ. അതായത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഒരു പോറ്റിയായിട്ടാണ് അവിടെ ഇരിക്കുന്നതെങ്കിലും അത് ശരിക്കും പോറ്റിയുടെ രൂപം ഏറ്റെടുത്ത് അവിടെ വന്നൊരു പോറ്റിയുടെ രൂപത്തിലേക്ക് മാറിയ, അല്ലെ പോറ്റിയായിട്ട് ആവാഹിക്കപ്പെട്ട ഒരു ചാത്തനാണ്. ആ ചാത്തനാണ് ശരിക്കും നമ്മൾ ആ സിനിമയുടെ അന്ത്യത്തിൽ നമ്മൾ കാണുന്നത്. ആ ചാത്തനെ കൊന്നുകൊണ്ട് ആ ചാത്തനെ അടിമയാക്കുന്ന രീതിയിൽ, അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ബോഡി അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ചാത്തനെ പുറത്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതിൽ സിദ്ധാർത്ഥും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അർജുന അശോകനും ഒക്കെ അതിൽ ആ ഒരു സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഈ സിനിമയിൽ മമ്മൂട്ടി മാത്രമാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമാണ്. പക്ഷേ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു അംശം പോലും പിന്നിലേക്ക് പോകാതെ ആ സിനിമയുടെ എല്ലാ സന്ദർഭങ്ങളെയും നല്ല രീതിയിൽ തന്നെ ആവിഷ്കരിച്ച് വെക്കാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചു.